Watch full episodes on Jio Hotstar. അതെ ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് പോട്ടെ. കുറച്ചുകൂടി നേരെ വരട്ടെ. നേരെ മുകളിലേക്ക് എടുത്തോ. അങ്ങനെ പോട്ടെ. ഇന്നുകൂടി പോട്ടെ. അതെ അതെ അത് തന്നെ. അതെ കൊള്ളാം. പതുക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാകാൻ കേട്ടാ. സുഖാധികാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റബ്ബർ മരം പോലും താഴേക്ക് വീഴാൻ പാടില്ല. സുഖാൻ ദിവാന് ഒരുപാട് റബ്ബർ മരങ്ങൾ ആവശ്യമുണ്ട്. അയാളുടെ റബ്ബർ പ്ലാന്റ് ഗാർഡനിലേക്ക് ഒരുപാട് മരങ്ങൾ വേണമെന്ന് പറഞ്ഞു. ദാ ആളെത്തി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ബോസേ. ഗുഡ് മോർണിംഗ് സുഖാ ദിവാൻജി. ഗുഡ് മോർണിംഗ്. വളരെ സൂക്ഷിക്കണം. ഓരോ മരത്തിന്റെ വേരുകളും വളരെ സൂക്ഷിച്ചെടുക്കണം. സൂക്കൻ ദിവാൻജിക്ക് ഉണക്ക മരങ്ങൾ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. വേദാ നഗരത്തിൽ പല സ്ഥലങ്ങളിലും മോഷണത്തെ കുറിച്ച് കേൾക്കുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ പുതിയ വാർത്തകൾ എന്തെന്നാൽ വേദാ നഗരത്തിന്റെ അടുത്തുള്ള കാട്ടിൽ നിയമവിരുദ്ധമായി റബ്ബർ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പോലീസുകാർ ഒന്നും ചെയ്യാതെ എപ്പോഴും പോലെ കയ്യും കെട്ടി ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിവ്. ഓഹോ, ഇതെന്ത് വർത്താനാണത്? അല്ല, പോലീസുകാര് വെറുതെ കയ്യും കെട്ടി ടി വി കാണുന്നതല്ല പണി. ഈ മീഡിയക്കാര് വെറുതെ പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ അതൊന്നും വിളിച്ചു പറയും. റാം, നമ്മൾ ഇപ്പൊ തന്നെ കാട്ടിലേക്ക് പോകുന്നു. റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ഗ്രൂപ്പിനെ കയ്യോടെ പിടികൂടുന്നു. ഓക്കേ, വന്നേ. സാർ എന്തൊക്കെയായി പറയുന്നത്? സാർ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി ആ കള്ളന്മാരെ പിടികൂടുന്നോ? ഇത് കേൾക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷാ തോന്നുന്നറിയോ? സാറ് ആദ്യമായിട്ടാ ഒരു കേസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു സാർ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഒറ്റയ്ക്കോ? നിന്റെ ബുദ്ധിക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ആ ഭയങ്കര ഗുണ്ടകളോടൊപ്പം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നോ? ഞാൻ ശിവയ്ക്ക് എന്തിനാ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്? പക്ഷേ പേടാറാം, താൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഒറ്റയ്ക്ക് പോയി കേസൊന്ന് തീർക്കാൻ നോക്കണ്ടേ? അതെ സാർ. അല്ലെങ്കിൽ കമ്മീഷണർ സാറേ നമ്മളെ ശിവയുടെ അടുത്ത് ഈ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് കൊടുക്കും. പിന്നെ സാറിന്റെ പണിയോ ഇവിടേക്ക് ചായയും പലഹാരം വാങ്ങിട്ട് കൊണ്ടുവരുന്നതാവും. താൻ എന്തായി പറയുന്നത്? അതെ ശിവ. ഹലോ ലഡു സിംഗ് സർ. ഞാൻ ആ റബ്ബർ മരങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോണ കള്ളന്മാരെ പിടിക്കാൻ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താൻ അവിടേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലട്ടോ ശിവ. ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ഓക്കെ ലഡു സിംഗ് സർ. എന്താ സാറേ ശിവയോട് ഈ കാര്യങ്ങൾ പറയാതെ സാറിന് പോയിക്കോണേ. സ്പേഡാറാം, ശിവേനെ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. അവൻ അങ്ങോട്ട് വരില്ലെന്നേ. ഈ കേസ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർക്കും. കാലിക്ക് സാർ. സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പുലിമുരുകനാണല്ലോ. Oh yeah, oh yeah. Sad days are gone गए, happy days are back आए. Best रब बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए, happy days are back आए. Best रब बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए, happy days are back आए. Sad days are gone गए, happy days are back आए. Best रब बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए. Happy days are back आए. Best
बेस्ट रबर बनाऊंगा मैं दुनिया को दिखलाऊंगा मैं അങ്കിൾ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണോ മരങ്ങൾ പിഴുതെടുത്തത് വീണ്ടും അതേ സ്ഥലത്ത് കൊണ്ടുപോയി മരങ്ങൾ വെച്ചേക്ക്. മരങ്ങൾ തിരിച്ചു വെക്കണമെന്നോ? ഈ സുഖയെ ഒരു കുട്ടിയാണോ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടി 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 ചെല്ലു കുട്ടി ചെല്ല്, കളിക്കൂ ചിരിക്കൂ എന്നിട്ട് എന്തെങ്കിലും ചെയ്യൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങളെല്ലാവരും എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? ചെന്ന് കൊടുക്കവന്. ശിവാനി വിഷമിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഒറ്റൊരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. പേടാറാം, ഇതൊന്ന് ഊരിയെടുക്കാൻ. ഇയാൾ എന്നെ പിടിക്കാൻ വരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ശിവ, കൊള്ളാം. പിടിച്ചോ. എന്നിട്ടിപ്പോ എന്തായി? ശിവ ഇപ്പൊ കുടുങ്ങി. ടൈം പ്ലീസ് പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ പാടിയാലോ കാര്യം നടക്കൂല. എന്താണിത്? എന്റെ പാട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ പാടും. ഞാൻ ലിറിക് എഴുതുന്ന ആളൊന്നും അല്ല, വരികൾ കൃത്യമായിട്ട് പാടാൻ. എന്നാ ശരി. എന്തോന്ന് ശരി? ആദി ശിവയെ രക്ഷിക്കണ്ടേ? നോ 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 നോ. രക്ഷപ്പെടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഇവിടെ ടിങ് ടോങ് എന്ന് ആടിക്കൊണ്ടിരിക്കും. കുട്ടി എന്ന് വിളിക്കും. ഇപ്പൊ നീ എന്ത് ചെയ്യും? കുരുത്തം കെട്ട കുട്ടി. ഇപ്പൊ കുട്ടി ശിവ കുടുങ്ങി പോയി. ആ ക്രെയിൻ തന്നെ തുറക്കൊന്നുമില്ലല്ലോ. അത് തുറക്കില്ല ബോസേ. ഇന്നാണ് അതിന്റെ ഉറപ്പ് നോക്കിയത്. കൊള്ളാം. എങ്കിൽ പാടൂ. ശിവയെ പറ്റിക്കാൻ നിനക്ക് ഒട്ടും ആവില്ല. അങ്ങനെ പറ്റിക്കാമോ? ശിവയെ പറ്റിക്കാൻ നിനക്ക് ഒട്ടും ആവില്ല. അങ്ങനെ പറ്റിക്കാമോ? നിന്റെ ജീവിതം കഷ്ടമോ? ശിവയോട് കളിക്കാൻ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. ശിവയോട് കളിക്കാൻ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. പാട്ട് നിർത്തിയിട്ട് വേഗം അവനെ പിടിക്കേ. ഞാൻ എത്ര തവണ ചോദിച്ചു അത് തന്നെ തുറക്കുമോ എന്ന്. പിന്നെ എങ്ങനെയാണ് അത് തന്നെ തുറന്നത്? ബോസ്, ഈ മുക്കാനെടുത്ത് പറഞ്ഞത് ക്രൂ നല്ല ടൈറ്റ് ആണെന്നാ. നീയല്ലോ പറഞ്ഞു ടൈറ്റ് ആണെന്ന്. പിന്നെ എങ്ങനെ തുറന്നു? എടോ ലുക്ക, താനല്ലേ പറഞ്ഞത് സ്ക്രൂ ടൈറ്റ് ആണെന്ന്? താൻ പറഞ്ഞില്ലേ സ്ക്രൂ ഇല്ലെന്ന്. പിന്നെ എങ്ങനെ തുറന്നേ? എടാ, ഞാനാണ് നിങ്ങളുടെ ബോസ് എന്നിട്ട് എന്നെ അടിക്കുന്നോ? ഇല്ല, സോറി ബോസ്. സോറി ശിവ. നിന്നോട് ഞാൻ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറയാം. നീ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ചെന്ന് കാറിൽ നിന്ന് ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് വരട്ടെ.
ശിവ അവരൊക്കെ ഓടിക്കളഞ്ഞല്ലോ. ലഡു സിംഗ് സർ, ഇവരുടെ ക്രെയിനും മറ്റുള്ള സാധനങ്ങളും എടുത്തേക്കൂ. ഇനി അവരിവിടെ വരുമെന്ന് തോന്നുന്നില്ല. സൂക്ക് സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ എല്ലാം അവസാനിക്കുമോ എന്നൊരു പേടി എനിക്ക്. എന്റെ വലിയ 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 സ്വപ്നങ്ങളിൽ ഒരു പീറ കുട്ടിക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. നീയൊക്കെ വെറും വേസ്റ്റ് ആണ്. നീ 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 ഞാനിവിടെ എന്താ ചെയ്യുന്നത്? ശരിക്കും മിക്സ് ചെയ്യാൻ പോലും അറിയാത്ത മണ്ടൻ. മാറി നിൽക്കടാ. ഞാൻ ചെയ്തോളാം. ആ കുട്ടി എന്റെ സങ്കല്പങ്ങളെല്ലാം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, നെവർ നെവർ എവർ. ലോകത്തിലെ ഏറ്റവും വലിയ നല്ല റബ്ബർ ഞാൻ ഉണ്ടാക്കും. ഈ ഞാൻ തന്നെ. ഒരിക്കലും പൊട്ടാത്തതും എത്ര വേണമെങ്കിലും നീട്ടാവുന്നതും വളരെ സോഫ്റ്റായ റബ്ബർ. ആരാണ് എന്നെ തള്ളിയിട്ടത്? ഞാനും ചെയ്തിട്ടില്ല. അപ്പോ നീയാണ് എന്നെ തള്ളിയിട്ടത് അല്ലേ? ഇല്ല ബോസേ, ഇല്ല. ലക്ക, നീയാണ് എന്നെ തള്ളിയിട്ടത് അല്ലേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ബോസിന്റെ കഴുത്തിങ്ങനെ നീണ്ടുപോയല്ലോ. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. ഇതെന്താ എങ്ങനെയായേ? പറയൂ. എന്റെ ബോഡിക്ക് എന്ത് പറ്റിയെന്നാ? എന്താ ഇങ്ങനെ ആയിപ്പോയത്? എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇത് അടിപൊളി ആയിട്ടുണ്ടല്ലോ. ഇനി എന്റെ ശരീരം കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അത്ഭുതം തന്നെ. ഇതെങ്ങനെയാണ് പറ്റിയത്? ഈ രഹസ്യമൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇനി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അത് മാത്രം ഞാൻ ആരോടും പറയില്ല. Yo yo yo, मैं हूँ रबरमैन. अब ना कोई डर है ना कोई फिक्र, सबको नचाऊंगा मैं अपने उंगली पर. Yo yo yo, I am the rubberman. जो भी चाहे अब मैं करूंगा, किसी भी कभी नहीं डरूंगा. अपनी मर्जी का मैं मालिक हूँ, जैसे चाहे वैसे मैं करूंगा. Rubberman, Rubberman, he's the Rubberman. Rubberman, Rubberman, he's the Rubberman. തോന്നിയ പോലെ ചെയ്യാമല്ലോ. പേടിക്കേണ്ട ആരെയും. റബ്ബർമാനെ തോൽപ്പിക്കാനായി ഇപ്പോൾ ഇവിടെ ആരുമില്ല. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന്. എന്തായാലും വളരെ നന്നായിരിക്കുന്നു. റബ്ബർ ഫാക്ടറിയെക്കാളും പ്ലാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സയന്റിസ്റ്റിന്റെ ഒരു ടീം ഉണ്ടാക്കും. അവര് റിസർച്ച് ചെയ്യും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. എന്നിട്ട് എന്നെ പോലെ കുറെ റബ്ബർ മാനുകളെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇതിനായിട്ട് എനിക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യം വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യും. ഹലോ ലഡ്ഡു സിംഗ് സാറേ. ഹലോ ഹലോ, തന്റെ കംപ്ലൈന്റ് എന്താ പറഞ്ഞോ? ആരായിരുന്നു അത്? ആരാണെന്ന്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. മേളി നോക്ക്. ആര്? താനോ? താൻ ഇത് എന്തൊരു രൂപാണ്? ഇതെങ്ങനെ സംഭവിച്ച? ഓടിക്കോ. എന്താ താൻ ഓടാത്തത്? സാർ, എന്താണ്? വിട വിട വിട. ഹലോ ലഡു സിംഗ്, സുഖമാണോ? തന്നെ കണ്ടിട്ട് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അതെ, നിങ്ങൾ ആരാണ് സുഹൃത്തെ? ആരാണ്? ഐ ആം ദ റബ്ബർ മാൻ. ഞാൻ റബ്ബർ പ്ലാനറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ തന്നെ എന്റെ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ഞങ്ങൾക്ക് മനുഷ്യ ശരീരം പരീക്ഷണത്തിന് വേണം. എന്താ എന്താ എന്നെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പോണ? ഇത്തരം പണിക്കൊന്നും എന്നെ കിട്ടില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ അവിടെ ഉള്ളവർ പറയും ലഡ്ഡു സിംഗ് ഇത്തരം പണിക്കൊന്നും വരില്ല എന്ന്. ഓഹോ,
ഓഹോ, നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടോ താൻ എന്തൊക്കെയായി പറയുന്നത്? പ്ലീസ് അവരെ ഒന്നും കൊണ്ടുപോകല്ലേ. എല്ലാരും പോയി കഴിഞ്ഞാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യാ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആരെയും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഈ നഗരത്തിലുള്ള എല്ലാവരെയും താൻ ഇവിടുന്ന് ഒഴിപ്പിക്കേണ്ടി വരും. പറ്റുമോ? ഒരാൾ പോലും അവരവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. പറ 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 പറ. സമ്മതാണോ? സമ്മതാണ്. എനിക്ക് എന്റെ ജീവനാണ് പ്രധാനം. ഞാൻ ഇപ്പൊ തന്നെ ഈ നഗരത്തിലെ ആൾക്കാരെ ഒഴിപ്പിക്കാം. ഓക്കെ പ്ലീസ്. സാറേ, എല്ലാവരും വേഗം ഈ നഗരം വിട്ട് പോയിക്കൊള്ളാം. ഏലിയൻസ് ഇവിടെ വന്നോണ്ടിരിക്കുകയാണ്. ആർക്കും രക്ഷപ്പെടാനാവില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാവരും ഈ നഗരം വിട്ട് ഉടനെ പോയിക്കൊള്ളാം. ലഡു സിംഗ് സർ, എന്താ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നത്? ശിവ, ഞാൻ എന്ത് പറയാനാ? പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഏലിയൻ വന്നിട്ട് എന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാർ നഗരം വിട്ട് പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് റിസർച്ചിന് വേണ്ടി എല്ലാവരും റബ്ബർ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന്. റബ്ബർ പ്ലാനറ്റോ? കണ്ടോ ശിവ, ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏലിയൻസ് വന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ. എന്റെ അമ്മോ, വീണ്ടും ഇവൻ ഏലിയൻസിന്റെ കാര്യം പറയാൻ തുടങ്ങി. ഓഹോ ലഡു സിംഗ് സർ, യുഡി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്ക്. ഏലിയൻസ് എന്ന് പറഞ്ഞത് ഇല്ല. റബ്ബർ പ്ലാനറ്റിന്റെ കാര്യം ഇന്നേ വരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. വെറുതെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് ജനങ്ങളെയൊക്കെ പേടിപ്പിക്കില്ലേ സർ? ആ റബ്ബർമാന്റെ പുറകെ പോയി സത്യാവസ്ഥ കണ്ടുപിടിക്കണം. ഓക്കെ ശിവ, ശിവ കൂടെ ഉള്ളപ്പോ നമ്മളെന്താ പേടിക്കുന്നത്? ഓൾ ദ ബെസ്റ്റ് ശിവ. ഏലിയൻസ് ഉണ്ടോ ഇല്ലേന്നുള്ള കാര്യം ഇന്നും സംശയാതീതമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ ലഡു സിംഗ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് റബ്ബർ പ്ലാനറ്റിൽ നിന്നും ഒരു ഏലിയൻ വന്നിട്ട് നഗരത്തിലുള്ളവർ മുഴുവനും ഒഴിഞ്ഞു പോകണമെന്ന് പറയണമെന്നാണ്. അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ലഡു സിംഗ് നഗരം മുഴുവനും ചെന്ന് ഇവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനാണ് ആവശ്യപ്പെട്ടത്. ഈ നഗരത്തിന് ആരുടെയോ കണ്ണു പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കുന്നത്. എന്തായാലും ലഡു സിംഗ് ശിവയെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ, ഭാഗ്യം തന്നെ. നീ എന്തായി പറയണേ? എപ്പ നോക്കിയാലും ലഡ്ഡൂസിനെ കുറ്റം പറയരുത്. ഞാൻ വേണമെങ്കിൽ ഏലിയൻ രാഗം പാടാം, നോക്കിക്കോ. എങ്ങനത്തെ ഏലിയൻ ആയാലും ഓടിക്കോളും. വേണ്ട മുത്തച്ഛ, അവര് ആ പാട്ട് കേട്ടുകൊണ്ട് വന്നാ പിന്നെ തിരിച്ചു പോകില്ല. വേദ നഗരത്തിൽ വിചിത്രമായൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഇതാ നോക്കൂ, ഇന്നലെ നഗരം വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട റബ്ബർമാൻ ഇന്ന് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. CCTV ഫുട്ടേജിൽ റബ്ബർമാൻ മോഷ്ടിക്കുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇൻസ്പെക്ടർ ലഡു സിംഗിനെ എവിടെയാണെന്ന് പോലും അറിയില്ല. അതായത് കഴുതയുടെ തലയിലെ കൊമ്പ് കാണാത്തതുപോലെ. എന്ത്? എന്നെ ഇത്രയും മോശമായിട്ടാണോ കമ്പയർ ചെയ്യണ? ശിവ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. ആ റബ്ബർ കള്ളൻ അവനോടൊപ്പം ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? എന്റെ പേര് നാശാക്കിയിട്ട് അവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അവനൊരു പാഠം പഠിപ്പിക്കണം. ലഡു സിംഗ് സർ, നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഇത് ഏലിയന്റെ ജോലിയാണെന്ന്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏലിയൻസ് ഒക്കെ നമ്മുടെ പണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് ഒരിക്കലും ഏലിയന്റെ പണിയേ അല്ല. ശിവ, ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റാവാം. അന്ന് നമ്മള് കാട്ടില് പോയപ്പോൾ കൊറേ റബ്ബർ മരങ്ങൾ മുറിക്കുന്ന ആൾക്കാരെ കണ്ടതല്ലേ? ആ പറഞ്ഞത് ശരിയാണല്ലോ. ഇപ്പൊ എനിക്ക് സംശയമുള്ളത് രണ്ടും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് ശിവ. ഐ തിങ്ക് യു ആർ റൈറ്റ് റീവ. രണ്ട് ക്രൈമിലും കോമൺ ആയിട്ടുള്ള കാര്യം ഒന്നാണ്, അതാണ് റബ്ബർ. ലഡു സിംഗ് സർ, റബ്ബർ ബാൻഡ് ഒരുപാട് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു.
റബ്ബർ മാൻ തീർച്ചയായിട്ടും ഇന്ന് രാത്രി മോഷ്ടിക്കാൻ വേണ്ടി വരും. ഇന്ന് അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി ഫോർ പെട്രോളിംഗ്. ശിവ മരത്തില് റബ്ബർ ബാനും. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അവിടെ മരത്തില് അയാള് ബാന് റബ്ബർ ബാന് കണ്ടില്ലേ? ശിവ ഓ ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തത്? വേദാസ് ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടക്കുന്നുണ്ട്. മോഷണം. റബ്ബർ കള്ളൻ ഇവിടെ ഉണ്ട്. ആദ്യം ഒന്ന് എണീറ്റേ. എന്റെ പൊന്നു മോനെ ഒന്ന് എണീക്ക്. ആ റബ്ബർ കള്ളൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ വേണ്ടി 2 അല്ല 4 കൈകൾ വേണ്ടി വരും. പൊന്നു മോനെ, അതുകൊണ്ടാ പറയണേ, ഒന്ന് എണീക്ക്. കുട്ടി മര്യാദക്ക് വഴി മാറാൻ നോക്ക്. മോഷ്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പണമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജയിലിൽ കൊണ്ടുപോയി ഇടും ഞാൻ. എന്ത് ചെയ്യും? ഞാൻ മോഷ്ടിക്കുമല്ലോ, കൊള്ളയടിക്കുമല്ലോ. എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല. നീ എന്നെ പറ്റി നിനക്കറിയില്ല. പോകൂ കുട്ടി. ഹലോ കുട്ടി. നിനക്ക് കുട്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? എന്നാ വിളിക്കുന്നില്ല കേട്ടോ. കുട്ടി. ഇപ്പൊ പറ, എന്ത് ചെയ്യും? ശിവ എന്നാണ് എന്റെ പേര്. എന്തിനാ എന്നെ തല്ലിയത്? അങ്കിൾ, ഞാൻ ഇവിടെയാ നിൽക്കുന്നത്. എന്താ സുഖമാണ് തനിക്ക്? ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. കുട്ടി. അല്ല, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? ഇല്ല, ഞാൻ ചിരിക്കില്ല. ഇനിയൊന്നും പറയില്ല. അങ്കിൾ, ഞാൻ ഇവിടെയാണ് ഉള്ളത്. എന്താ ടയർഡായോ?
രവ അയാളെ പിടിച്ചില്ല, ഓടിക്കളഞ്ഞു. സാറേ അത് കണ്ടോ? അത് കടന്ന് അണങ്ങുന്നത് കണ്ടില്ലേ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എടാ രാം, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വഴിയിൽ പോണ പാമ്പിനെ പിടിച്ച് കഴുത്തിലിടാനായിട്ട് ഞാൻ അതിനെ തൊട്ട് നോക്കുക പോലില്ല. അതിനകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കറിയാ? ഇത് റബ്ബർമാനിന്റെ കഷ്ണായിരിക്കും. സെയിം കളറാണ്. ശിവേട്ട് ഫൈറ്റ് ചെയ്തപ്പോ തെറിച്ചു വീണതായിരിക്കും. ഇത് ഞാൻ എടുത്തു വെച്ചേക്കാം. ശിവ വരുമ്പോ കൊടുക്കാലോ. വേണ്ട ആദി, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ നിന്നെ പോലെ ഒന്നും പേടി തൊടനൊന്നും അല്ല. ആദ്യം ഞാൻ ഇതൊന്ന് എടുത്തു നോക്കട്ടെ, എന്താന്ന് അറിയാലോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നേ. വേണ്ട, അതിനെ തുറന്നു നോക്കണ്ട. രേവ, പെട്ടെന്ന് ശിവയെ വിളിക്ക്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ രേവ. ഞാനതിനെ പിടിച്ചിട്ടില്ല. അത് എന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എന്റെ കൈ ഈ റബ്ബർ കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഏലിയന്റെ പണിയാണ്. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ആദി, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറ. എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, ഇവിടെ ജീവൻ പോകുന്ന സമയത്താണ് അവന്റെ ഒരു നാട്ടിലെ കാര്യം പറയാൻ പറയുന്നത്. ശിവ ഇവിടെ. ഞാൻ വരികയാണ് രേവ. അതെ, എന്തിനാ നമ്മളെ മാത്രം ഇവന്മാരിങ്ങനെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ആദി അതിനെ എത്രയും പെട്ടെന്ന് നീ കയ്യിന്ന് വിട്. ഞാനെങ്ങനെ വിടാനാണ്? ഞാനതിനെ പിടിച്ചിട്ടില്ലല്ലോ. ഇതാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. ശിവനെ എത്രയും പെട്ടെന്ന് വിളിക്ക്. ഞങ്ങളെന്ന് വെടിക്കാൻ പറ ശിവ. ഞാനിതാ വരുന്നു. ഇതിപ്പോ എന്നെയും കൂട്ടിക്കൊണ്ട് പോവാണല്ലോ. സോറി ആദി, എനിക്ക് നിന്നെ നിർത്താൻ പറ്റുന്നില്ല. നന്നായിട്ട് പിടിച്ച് വലിക്ക്, മുറുക്കെ പിടിച്ച് വലിക്ക്. വേടാറാ, മുറുക്കെ പിടിച്ചോളേ. ആരെങ്കിലും ഞങ്ങളൊന്ന് പിടിക്കണേ. ശിവ, ഞാനൊരു കാര്യം പറയാം. വേഗം സൈക്കിളിന്റെ ഗ്ലൂ ടയർ ഓൺ ചെയ്യ്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്ക്. ഈ ശിവ മഹാശല്യമായി മാറിയിട്ടുണ്ട്. മരങ്ങൾ മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല, പിന്നെ പണം മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല. എനിക്കൊറ്റയ്ക്ക് അവനെ നേരിടാൻ കഴിയില്ല. എന്നെ പോലെ ഒരു 4-5 റബ്ബർ മാനുകളെ വേഗം ഉണ്ടാക്കാൻ നോക്കൂ. അതെ, വെറുതെ കസേരയിലിരുന്ന് വെട്ടി വിഴുങ്ങിയാൽ മാത്രം പോരാ. ഞാൻ എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ട്. വല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയോ? പറയടോ. കിട്ടിയല്ലോ സാറേ. ഈ കാര്യം അറിയുമ്പോ സാർ ഒരുപാട് സന്തോഷിക്കും. സാറിനെ പോലെ ഒന്നല്ല, രണ്ടല്ല, എത്ര ക്ലോൺ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ത്? ഏയ് ലുക്ക മുക്ക തുക്ക, അയാളെ വേഗം പിടിക്കേ. ഇവൻ വെറും തമാശ പറഞ്ഞതാണെങ്കിൽ ഇവനെ വേഗം കെട്ടിയിട്. എന്നിട്ട് ഡിഷ്യും അവിഷ്യും ആക്ഷനിലൂടെ ഒന്ന് തടവിക്കോ. ഹലോ, എല്ലാരും ഒന്ന് മാറിക്കേ. ആകെ ചവിട്ടാനും ഇടിക്കാനും മാത്രം അറിയൂ മണ്ടന്മാര്. കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധികൾ ഉപയോഗിച്ചു പണി. സാറേ, നമ്മൾ പറഞ്ഞ സത്യമാ. കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരേണ്ടി വരും. പിന്നെ സാറിന്റെ പണി വളരെ എളുപ്പമാവുമെന്ന്. ഇപ്പൊ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ ആയി. എന്നാ ശരി, നിങ്ങൾക്ക് ഇന്ന് രാത്രി മുഴുവനും ഞാൻ സമയം തരാം. അല്ലെങ്കിൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് ആയി പോകും. ടാൻ ടാടാങ്. നീ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ ആലോചിക്കുന്നത് ഡിസ്റ്റർബ് പോകുന്ന ബേബിളൊക്കെ വേർപ്പിക്കല്ലേ. അല്ല, എന്താണാവോ പൊങ്ങച്ച വീരൻ ആലോചിക്കുന്നത്? പറയൂ.
നിന്റെ മുഖത്ത് ഈ ബബിൾ കൊണ്ടിരുന്നത് കണ്ടപ്പോ എന്റെ നാട്ടിലുള്ള ഒരു കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഒരു കോമ്പറ്റീഷൻ വെച്ചു. അതായത് ഒരു ബബിൾ കം എത്ര ദിവസം നമുക്ക് ചവയ്ക്കാൻ പറ്റൂ. ഇതുപോലെ ഒരു ചോയിങ്കം കൊറേ ദിവസം ചവയ്ക്കണമെന്നാ? ദിവസം മുഴുവനും ചവച്ചിട്ട് രാത്രി ആവുമ്പോ അത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ വായിലിട്ടിട്ട് ചവയ്ക്കാനും തുടങ്ങും. അത് ആദ്യമൊക്കെ ചവയ്ക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോ നല്ല കട്ടിയാകുമല്ലോ. പിന്നെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നോർമലായിട്ട് മാറും. അങ്ങനെ ഞങ്ങൾ ദിവസം മുഴുവൻ അത് ചവയ്ക്കുമായിരുന്നു. അതെനിക്ക് അറിയാന്നേ, പക്ഷേ ഒരിക്കലും അതിന്റെ അഹങ്കാരം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ. പറ, കാര്യം എന്താന്ന് പറ. ചുയിങ്കം ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഹാർഡായിട്ട് മാറും. ഇത് വെള്ളത്തിലിട്ടാ പോലും നല്ല ഹാർഡായിട്ട് മാറുന്നുണ്ട്. ദാ ഇത് കണ്ടോ, നല്ല ഹാർഡായി ഇത്. ഇതുപോലെ നമ്മൾ റബ്ബർമാന്റെ മേത്ത് കോൾഡ് ഗ്യാസ് ഒരുപാട് സ്പ്രേ ചെയ്താല് അയാള് ഇതുപോലെയായി മാറും. അയാള് കുറച്ചു സമയത്തേക്കെങ്കിലും ഡീആക്ടിവേറ്റ് ആയി മാറുമല്ലോ. Brilliant, River. It's workable. Adi, you are great. എപ്പോഴും നാട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാ വാ, നമുക്ക് കോൾഡ് ഗ്യാസുമായി രാത്രി മുഴുവനും പെട്രോളിംഗ് ചെയ്യാം. ആ റബ്ബർമാനെയും കാണാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. Guess what? ശിവ, ഗുഡ് തിങ്കിങ്. ഇനി നമുക്ക് നേരെ അയാളുടെ ഡെന്നിലേക്ക് പോയാലോ? അതെ, ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് ലഡു സിംഗ് സാറിനോട് അറിയിക്കാം. എന്താ ഇവിടെ രഹസ്യം പറയുന്നത്? രാത്രി കഴിഞ്ഞ് നേരവും വെളുത്തു, ഇതുവരെയായിട്ട് എനിക്ക് ഒരു റിസൾട്ടും വന്നിട്ടില്ല. എന്തേ? താനല്ലേ എന്നോട് പറഞ്ഞത് എന്നെ പോലെ ഒരുപാട് ക്ലോണുകളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്? പറ, എപ്പോന്ന് പറ. സാർ, എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പരീക്ഷണം പൂർത്തിയായി. ഇനി സാറിനെ ഇരുത്ത് ഞങ്ങൾക്കൊന്ന് പരീക്ഷിക്കണം. അതേ ഉള്ളൂ. വന്നാ കസേരയിലൊന്ന് ഇരിക്കൂ. അല്ല ബോസേ, ടീച്ചറായി ജോലി നോക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ? മര്യാദക്കാ വഴിയിൽ അങ്ങോട്ട് മാറടോ. താൻ പോയി തന്റെ പണി നോക്കുന്നതാ തനിക്ക് നല്ലത്. ഇവിടത്തെ പണികളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാറേ, വേഗം ചെന്ന് ആ കസേരയിലോട്ടൊന്ന് ഇരുന്നേ. ബോസേ, ശരിക്ക് സൂക്ഷിക്കുന്നതാ നല്ലത്. ശരീരത്തിൽ നിന്ന് ക്ലോൺ കുറഞ്ഞേ. അതായത് ഇവര് ക്ലോൺ എടുത്തെടുത്തേ അവസാനം ബോസിന്റെ കാറ്റ് പോകണ്ട. ആരെങ്കിലും ഇവന്റെ വായൊന്ന് അടയ്ക്കേ. സയന്റിസ്റ്റ്, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ പിന്നെ താനുണ്ടാവില്ല. എല്ലാവരെയും ഇല്ലാതാക്കാൻ ഈ ഞാനൊരാൾ മതി. വേഗം പോയി ചെയ്യേ. സമാധാനത്തോടെ കണ്ണും പൂട്ടി ഇരിക്ക്. ഞാൻ പറയുന്ന കേക്ക് സാറേ. കുറച്ച് കെമിക്കൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതാ ഈ പൈപ്പ് വഴി സാറിന്റെ ശരീരത്തിലോട്ട് കയറും. അല്പ കഴിയുമ്പോ ഒരു ക്ലോൺ സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നേ. റെഡി? എന്നാ പിന്നെ എണ്ണിക്കോ. 5, 4, 3, 2, 1. ഇനിപ്പോ Hello everybody. ബോസേ, ദേ അവൻ വന്നു. എന്ത്? ക്ലോൺ വന്നെന്നോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എവിടെ ക്ലോൺ? എവിടെ? എന്നെ കാണിക്കൂ. ക്ലോൺ അല്ല ബോസേ, എല്ലാവരുടെയും സന്തോഷ ദിവസങ്ങൾ അവസാനിപ്പിക്കാനായി ദാ ശിവ വന്നു ബോസേ. എന്റെ പൊന്നു സാറേ, അവിടെ നിന്ന് എണീക്കരുതേ. ഓ, അപ്പോൾ നീ ഇവിടെയും എത്തിയിരിക്കുന്നു അല്ലേ കുട്ടി? എന്താ മറന്നുപോയ അങ്കിൾ? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്. ശിവ എന്നാണ് എന്റെ പേര്. കണ്ടോ, ഇനി നിങ്ങൾ തമ്മിൽ അടി കൂടിയിട്ട് ഒരു കാര്യമില്ലെന്നേ. ശിവയെ നേരിടുന്നത് എളുപ്പം മാത്രമല്ല, അത് നടക്കൂല്ല. ഒരിക്കലും നടക്കില്ല. വന്നേ, ഹാൻഡ്സ് അപ്പ്. സറണ്ടർ ആവുന്നതാ നല്ലത്. വന്നേ.
ഇല്ല, ഞാൻ ഈ കുട്ടിയുടെ മുൻപിൽ ഒരിക്കലും തോൽക്കില്ല. എന്തിനപ്പ എന്നെ തല്ലിയത്? കാര്യങ്ങളൊക്കെ ശാന്തമായി തീർക്കാനല്ല ഞാൻ വന്നത്. ശാന്തി, അഹിംസ, അതാ വേണ്ടത്. ഇവൻ എനിക്കൊരിക്കലും സമാധാനം തരാത്ത കുട്ടിയല്ലേ. ഞാൻ ആരും കാണാതെ സമാധാനത്തോടെ പോയി മരം മുറിക്കുകയായിരുന്നു. അവിടെ വന്നു. ആരും കാണാതെ ബാങ്ക് കൊള്ളയടിക്കുകയായിരുന്നു. അവിടെയും വന്നു. അപ്പോൾ ഞാൻ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. അതെ, താനാ മുഖം മാറ്റി നിന്ന് സംസാരിച്ച് വേഗം മുഖം മാറ്റ്. ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെന്താണ്? ഞാൻ പൊട്ടുകയാണോ? എന്റെ ശരീരം പൊട്ടുകയാണല്ലോ. എന്താ ഇത്? Rubberman, now you are finished. बदल तुम्हारा टूट रहा है, क्या करोगे, क्या करोगे? शिवा से फाइटिंग कैसे करोगे, कैसे करोगे, कैसे करोगे? വാ, സബാഷ്! നമ്മുടെ കാര്യം സാധിച്ചു. റബ്ബർമാൻ, ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. കണ്ടോ? ഇനി എത്ര ക്ലോണുകൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. एक से मैं 2 3 बनाऊं, 3 से 6 9 बनाऊं, दुनिया पे मैं राज करूंगा. क्या करोगे तुम, क्या करोगे? शिवा मैं तुमसे फाइट करूंगा, तेरा हुलिया टाइट करूंगा, बच्चा बच्चा कहता रहूंगा. क्या करोगे तुम, क्या करोगे? 1 से मैं 2 3 बनाऊं, 3 से 6 9 बनाऊं, दुनिया पे मैं राज करूंगा. क्या करोगे, क्या करोगे? शिवा मैं तुमसे फाइट करूंगा, तेरा हुलिया टाइट करूंगा, बच्चा बच्चा कहता रहूंगा. क्या करोगे, क्या करोगे तुम, क्या करोगे, क्या करोगे? ഓ നോ, ഇതിപ്പോ ആകെ കുഴപ്പത്തിലായിന്നാ തോന്നുന്നത്. ശിവ, നീ ഇവരെങ്ങനെ നേരിടാൻ പോന്ന? എത്രത്തോളം ഇവരെ തല്ലുന്നു അത്രത്തോളം ഇവരുടെ പുതിയ ക്ലോണും ഉണ്ടാവല്ലോ. വരൂ, എന്നോട് ഫൈറ്റ് ചെയ്യ് ശിവ, ഫൈറ്റ് ചെയ്യ്. കാണാം ആർക്കാണ് കൂടുതൽ ശക്തി എന്ന്. River, action! ഇതെന്താ പറ്റിയത്? സാറേ, ഇവര് കോൾ ഗ്യാസ് ഇട്ടു. സാറേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഡിഷ്യം ഡിഷ്യം, ഇടിക്ക് ഇടിക്ക്, എന്നെ ഇടിക്ക്. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ഇടിക്ക്, ഇടിക്കാൻ. ഇനി നിങ്ങളുടെ കഥ തീർന്നു. No, you are finished. Bye bye, Rubberman. വേണ്ട 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 വേണ്ട, അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ പ്ലീസ്. നിങ്ങളെ വീണ്ടും ശരിയാക്കാൻ പറ്റുന്ന സമയം വരെ നിങ്ങൾ ഇതുപോലെ നിന്നാൽ മതി. വേണ്ട 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 വേണ്ട. ലഡു സിംഗ് സർ, അറസ്റ്റ് ഹിം. യെസ് ശിവ, ഇവനെ ഇതുപോലെ തന്നെ ജയിലിനകത്ത് പൂട്ടിയിട്ടേക്കാം. ഇവനെ നേരാക്കാൻ നമുക്കൊരു പുതിയ ഫോർമുല കിട്ടുന്നത് വരെ വന്നേ വരാൻ. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റബ്ബർമാനിനെ നോർമൽ മനുഷ്യനാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. മനസ്സിലായോ? ഓക്കേ ശിവ. ശരി ശരി, ഇനി എന്റെ നാട്ടിലുള്ള വേറെ കഥകൾ കൂടി പറഞ്ഞു കേൾപ്പിക്കാൻ ഞാൻ. ഇപ്പൊ വേണ്ട.
Watch India's largest kids library only on Jio Hotstar. Download the app now.